ഇന്ന് ഓണക്കൂർ പാവലിന്റെ വിളവെടുപ്പാണ്. അതായത് ഈ ഒരു പാവൽ ശ്രദ്ധിച്ചു നോക്കണേ. ഇതിന് യാതൊരുവിധ പുഴുക്കേടുകളുമില്ല. കാരണം എന്തുകൊണ്ടാണ്? ഇത്തരത്തിലുള്ള കവർ ഞാൻ ഇതിനിട്ടിട്ടുണ്ട്. ഇതൊരു നാടൻ ഇനം പാവലാണ്. ഇതിന് തൂക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം 1/2 കിലോയും മാക്സിമം 1 കിലോ വരെ തൂക്കം വരും. ഇത് എനിക്കൊരു സുഹൃത്ത് തന്നതാണ്. ഞാൻ ആദ്യമായിട്ട് ഇട്ടതാണ്. ആദ്യം ഒന്ന് ഇതിന്റെ രുചി ഒന്ന് നോക്കി. അമിതമായിട്ടുള്ള കയ്പൊന്നുമില്ല, മീഡിയം കയ്പ് മാത്രമേ ഉള്ളൂ. നല്ല തൂക്കമാണ്. പിന്നെ ഇതിന്റെ ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് അധികം വിത്തില്ല. ബാക്കിയുള്ള ഇനം പാവലുകൾക്കാണ് വിത്തുകൾ കൂടുതലാണ്. പിന്നെ ഇതിപ്പോൾ നോക്കി, ഈ കവർ ഇട്ടേക്കുന്ന എല്ലാം പാവൽക്ക ഒരുപാടുണ്ട്. ഇതിപ്പോൾ അതിന്റെ ഭാരം കൊണ്ട് ഏകദേശം തുടിഞ്ഞു. ഒരു 4 മരത്തെല്ലാം ഞാൻ ചുമ്മാ ജസ്റ്റ് ഒന്ന് കെട്ടിയെന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു കമ്പ് വെച്ച് കെട്ടി കൊടുക്കണം. എന്നാൽ ഈ കവർ ഇട്ടേക്കുന്ന എല്ലാം പാവയ്ക്കാണ്. ഇതുപോലെ കവർ ഇട്ടാൽ മതി. ചെറിയ പരുവത്തിൽ തന്നെ നമുക്ക് കവർ ഇട്ട് കഴിഞ്ഞാൽ ഒരു കീടനാശിനി പ്രയോഗം നടത്തേണ്ട ആവശ്യമില്ല. പിന്നെ കുറച്ച് സമയം ഒന്ന് ഇതിനു വേണ്ടി ഒരു 10 മിനിറ്റെങ്കിലും നിങ്ങൾക്ക് ചെലവഴിക്കാമെങ്കിൽ വിഷരഹിതമായിട്ടുള്ള തന്നെ പച്ചക്കറികൾ നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിക്കാം. ഒരു മടിയും കൂടാതെ നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെ നോക്ക്. ഇതിപ്പോൾ നോക്ക്, ഇതിൻ്റെ ആ ഒരു കളർ തന്നെ കണ്ടോ. ഇതിപ്പോൾ ഇതിൻ്റെ വിത്തൊന്നും എൻ്റെ ഇപ്പോൾ നിലവിൽ ലഭ്യമല്ല. ഇതിപ്പോൾ ഒരു 1.5 മാസത്തിനുള്ളിലെ അടുത്ത പുതിയ കാകളിൽ നിന്നാണ് വിത്ത് എടുക്കുന്നത്. അതായത് നല്ലപോലെ കരുത്തുള്ള സമയത്തെ വിത്ത് എടുക്കാവൂ. ആദ്യം ഉണ്ടാവുന്നതും അവസാനം ഉണ്ടാവുന്നതിൽ നിന്നും യാതൊരു കാരണവശാലും വിത്ത് എടുക്കല്ല. നടുക്ക്, അതായത് അതിൻ്റെ ആ ഒരു നല്ല കരുത്ത് സ്റ്റേജിലുള്ള സമയത്ത് മാത്രമേ വിത്തുകൾ എടുക്കാവൂ. അപ്പോൾ ഇതൊന്ന് വിളവെടുക്കുകയാണ്. ഇതിൻ്റെ തൂക്കം കൂടെ ഞാൻ പിന്നെ ഒന്ന് കാണിക്കാം. ഓക്കെ, കണ്ടോ വലിപ്പം കണ്ടോ. ഇനി രണ്ടാമത്തേത് കണ്ടോ. ഇത് ഞാനിപ്പോൾ ഇതേപോലുള്ളത് കവർ മാറ്റിയതാണ് കേട്ടോ. അല്ലാതെ ഒരു കാരണവശാലും ഈ വേനൽക്കാലത്ത് നമുക്ക് ഇത്രയും നല്ലപോലെ കിട്ടത്തില്ല. കായ്ച്ച എന്ന് പറഞ്ഞാൽ ഈച്ച ചുറ്റുവട്ടത്തെല്ലാം ഉണ്ട്. അപ്പോൾ അവരുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വന്നിട്ട് മുട്ടയിടുക. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇത് മഞ്ഞ കളർ ആവുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പം തീരെ ചെറിയ പരുവത്തിൽ തന്നെ, നമ്മുടെ ചെറുവിരലിൻ്റെ കനത്തിനെക്കാട്ടിലും ചെറിയ പരുവത്തിൽ തന്നെ പാവലിന് ഇതേപോലുള്ള കവർ കിട്ടും. അത് വാങ്ങിച്ചിടുക. അത് പടവലത്തിന് കവറാണ്. ഇത് കിലോയ്ക്കൊക്കെ 300 രൂപയൊക്കെ വില വരത്തുള്ളൂ. ഇത് നമുക്ക് 1/4 കിലോ തൊട്ടൊക്കെ കിട്ടും, വിപണിയിൽ ലഭ്യമാണ്. അപ്പോൾ ഇത് വാങ്ങിച്ചിട്ട് ഇടുക. അതുകൊണ്ട് നോക്ക്, ഇതിനടിയിലെല്ലാം കാകളാം കണ്ടോ. ഉണ്ട്, ഇതും കായ കണ്ടോ. ഇത് ഏകദേശം വിളവെടുക്കാറായതാണ്. അതുകൊണ്ട് ഇതും. ഇനിയിപ്പോൾ ഇതിൻ്റെ ഇലയെല്ലാം പഴുത്തിട്ടുള്ള ഇലകളെല്ലാം കുറച്ച് കട്ട് ചെയ്ത് കളയണം. പിന്നെ ഇനി കുറച്ച് മഗ്നീഷ്യം കൊടുക്കണം. പിന്നെ ചുവട്ടിൽ എപ്പോഴും നന്നായിട്ട് വെള്ളം കൊടുക്കണം. ഒരു നേരമെങ്കിലും വെള്ളം കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിപ്പോൾ ഈ പാവലിന് കണ്ടോ, ഈ കവർ ഇട്ടിട്ട് പോലും ചെറിയ രീതിയിലുള്ള പുഴുക്കേടുകളുണ്ട് കണ്ടോ. അത് ചെറിയ പരുവത്തിൽ നമ്മൾ വെക്കുന്ന സമയത്ത് തന്നെ ഈച്ച ഇതിനകത്ത് ഒന്നീ കുത്തിയിട്ടുണ്ടാവും. ഇതൊക്കെ ഇതുപോലെ കവർ വരുമ്പോൾ ചെറിയ വെള്ളത്തിൻ്റെ നിറം ഇതിനകത്ത് ഇങ്ങനെ വരും. അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ പുഴുക്കേട് കാണും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, ഇതിനൊക്കെ എന്തും വേണ്ടി കീടനാശിനി അടിച്ചിട്ടാണ് നമുക്ക് വിപണിയിൽ കിട്ടുന്നതെന്ന്. ഒരു കവർ വിടണ്ട, ഈച്ച ആ വഴിക്ക് പോലും നോക്കത്തില്ല. കുറച്ച് കീടനാശിനി അങ്ങോട്ട് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗത്തെ നോക്കണ്ട. ഇത് തന്നെയല്ലേ നമ്മൾ ആ ഓരോ മുള്ളുകൾക്കും ഇടയിൽ ആ വീണ് കിടക്കുന്ന ആ കീടനാശിനിയല്ലേ നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, അത്രയ്ക്ക് മാരകമായിട്ടുള്ള കീടനാശിനികളാണ് പാവലിൽ ഉൾപ്പെടെയൊക്കെ അടിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വീടുകളിൽ ഉള്ളവർക്ക് ഒരു മൂടാണെങ്കിലും നല്ല രീതിയിൽ വിളവെടുക്കുന്ന, ഇത് പിന്നീട് നമുക്ക് അടുത്ത തലമുറയിലേക്ക് തന്നെ എടുക്കാനും സാധിക്കുന്ന ഒരു ഇനം പാവലാണ് ഈ ഓണക്കൂർ പാവൽ.